അങ്ങനെ ഒരാഴ്ചത്തെ സുഖവാസമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ തിരിച്ചെത്തി കേട്ടോ. പിന്നെ എഴുന്നേൽക്കുമ്പോൾ കുറച്ച് വൈകിട്ടുണ്ട്. ഏട്ടനും കുഞ്ഞൂസൊക്കെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ വീട്ടിൽ പോയി വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഉള്ളതാണ്, ഒരു 2-3 ദിവസം എടുക്കും അതിൻ്റെ ഒരു ഹാങ് ഓവർ ഒക്കെ മാറാനായിട്ട്. നോർമൽ ഇതിലേക്കൊന്ന് തിരിച്ചെത്താനായിട്ട് ഒരു 2-3 ദിവസം എടുക്കും. പിന്നെ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ്സ് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. അമ്മയ്ക്കും സന്തോഷമായിട്ടുണ്ട്. പിന്നെ ഞാൻ അതിനകത്തൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, അജി 19-ാം വയസ്സിലെ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ പിന്നെ വീട്ടുകാർ നിർബന്ധിച്ചിട്ട് കല്യാണം കഴിച്ചതാണോ, അജിക്ക് താല്പര്യം ഉണ്ടായിരുന്നോ, പഠിച്ചൊരു ജോലി നേടാനൊക്കെ താല്പര്യം ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഒരു 10 വർഷം മുമ്പൊക്കെ ഞങ്ങളുടെ ചുറ്റുപാട് അങ്ങനെയായിരുന്നു. ഒരു 18-19 വയസ്സാകുമ്പോഴത്തേക്ക് കല്യാണം കഴിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ വീട്ടുകാരെന്തായാലും പറയും. പക്ഷെ എൻ്റെ വീട്ടുകാരടുത്ത് ഞാൻ പറയുകയാണെങ്കിൽ എനിക്കൊരു ജോലി മേടിച്ചിട്ട് ഞാൻ കല്യാണം കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ഉറപ്പായിട്ട് അവർ എൻ്റെ കൂടെ നിൽക്കുമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അന്ന് അങ്ങനെ ഒരു ലക്ഷ്യബോധമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കല്യാണം കഴിക്കാൻ ഇഷ്ടമായിരുന്നു കേട്ടോ. കാരണം പഠിക്കണ്ട, നമുക്ക് അടിച്ചു പൊളിച്ച് കല്യാണം കഴിഞ്ഞ് നടക്കാം, അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ചിന്താഗതി. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന ലൈഫാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുക. പക്ഷെ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ ഒരു റിയാലിറ്റിയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ കണ്ടതൊന്നും അല്ല ജീവിതം എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി വരുമ്പോഴത്തേക്ക് എനിക്ക് കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ വീഡിയോ ഒക്കെ കാണുന്ന കുട്ടികളോട് ഞാൻ പറയുന്നത്, കല്യാണമൊന്നും നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമൊന്നും അല്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യുക, നിങ്ങളൊരു ജോലി മേടിക്കുക, സ്വന്തം കാലിൽ നിൽക്കുക, എന്നിട്ട് കല്യാണം കഴിക്കുക കേട്ടോ. കല്യാണം കഴിക്കണം എന്നല്ല കേട്ടോ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കുക. കാരണം ഈ ഒരു ലൈഫ് നമുക്ക് പിന്നീട് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അപ്പോൾ വർത്തമാനത്തിന്റെ ഇടയിൽ എൻ്റെ രാവിലത്തെ ചായ കൂടിയും മുറ്റടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി രാവിലത്തെ ചായക്കുള്ള പരിപാടിയാണ്. ഇന്ന് രാവിലത്തേക്ക് നമ്മൾ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മുടെ ചെമ്പ റൈസിന്റെ പുട്ടില്ലേ, ഞാൻ മുമ്പും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ചിരവ കാണിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, ചിരവ ഓൺലൈൻ ആണോ, ലിങ്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ഇതിന്റെ സ്റ്റീലിന്റെ ഞാൻ കണ്ടിട്ടുണ്ട്, നല്ലതാന്ന് തോന്നുന്നു. ഞാൻ ഉപയോഗിച്ചിട്ടില്ല. മരത്തിന്റെ ആകുമ്പോൾ ചിലപ്പോൾ നമുക്കിങ്ങനെ എപ്പോഴും കഴുകുമ്പോൾ ഒക്കെ പൂപ്പ് വരാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ഈ അടുപ്പിന്റെ അടുത്ത് വെച്ച് ഉണക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല കേട്ടോ. പിന്നെ മുമ്പ് ഞാൻ ചെമ്പ റൈസിന്റെ പുട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഒരു തവണ ഞാൻ പൊടി വാങ്ങിച്ചപ്പോൾ പാളി പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ നല്ല ബ്രാൻഡൊക്കെ നോക്കി വാങ്ങിക്കുകയാണെങ്കിൽ, നല്ല ക്വാളിറ്റി ഉള്ള പൗഡറൊക്കെ മേടിക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഇതിൽ നല്ല തേങ്ങ ഇടണം കേട്ടോ. തേങ്ങ കുറഞ്ഞാൽ അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല. പിന്നെ നമ്മൾ പുട്ടിന് കുഴച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് കറക്കി എടുക്കുകയാണെങ്കിൽ പുട്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഞാനിന്ന് സത്യം പറഞ്ഞാൽ ചപ്പാത്തി ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ. ചിക്കൻ കറി ഉണ്ടായിരുന്നു ഇന്നലത്തെ. അപ്പോൾ കുഞ്ഞൂസിന് ചപ്പാത്തി ഇഷ്ടമാണല്ലോ. അപ്പോൾ നോക്കുമ്പോൾ അമ്മ രാവിലെ അപ്പുറത്ത് ചപ്പാത്തിയാണ് ഉണ്ടാക്കി. അപ്പോൾ കുഞ്ഞൂസ് അങ്ങോട്ടേക്ക് പോയതുകൊണ്ട് ഞാനിന്ന് പുട്ടിൽ ഒപ്പിച്ചു. പുട്ടായതുകൊണ്ട് എനിക്ക് എളുപ്പമായിട്ട് എൻ്റെ പണികളൊക്കെ വേഗം തീർന്നു. അപ്പോൾ ചിക്കൻ കറി രാവിലെ കഴിക്കാൻ തോന്നാത്തതുകൊണ്ട് ഞാൻ പഞ്ചസാര കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചത്. പിന്നെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ഏട്ടനും കൂടി ഒന്ന് പുറത്തേക്ക് പോവുകയാണ്. കുഞ്ഞൂസിനെ കൂട്ടുന്നില്ല കേട്ടോ. ഈ ഒരു ഡ്രസ്സ് ഞാൻ വീഡിയോയിൽ ഒരുപാട് തവണ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് തവണ അലക്കിയിട്ടുമുണ്ട്. നല്ല മെറ്റീരിയലാണ് കേട്ടോ, ഒന്നും ആവാത്ത മെറ്റീരിയലാണ്. ഈ ചൂട് സമയത്തൊക്കെ നമുക്ക് ഇടാൻ പറ്റിയൊരു ഡ്രസ്സാണ് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ ഇട്ട നൈറ്റ് ഡ്രസ്സ് ഉണ്ടല്ലോ, ഞാനത് പുതിയതാണ്, വീഡിയോയിൽ കാണിക്കണം എന്ന് വിചാരിച്ചതാണ്, ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ വിട്ടുപോയതാണ്. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ നൈറ്റ് ഡ്രസ്സിൻ്റെയും പിന്നെ ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നത് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഏട്ടന് പോളക്കുരുവാണ് കേട്ടോ. ഒരാഴ്ചയായി ഒരു കുറവുമില്ല. ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കി, എന്നിട്ട് ഒരു കുറവുമില്ല, നല്ല വേദനയാണ്. അങ്ങനെ ഡോക്ടറെയൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു അവിൽ മിൽക്ക് കഴിക്കാൻ വേണ്ടി കയറി. നല്ല ചൂടാണ് കേട്ടോ ഇവിടെ. പിന്നെ തിരിച്ചിറങ്ങുമ്പോൾ കുഞ്ഞൂസിനുള്ള കുറച്ച് സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.